ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിത് ബെസ്റ്റ് സാമ്പാർ പൗഡർ ഉണ്ടാക്കാൻ പോകുന്നത്. യെസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പാൻ വെച്ച് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. ജീരകം 1 ടേബിൾ സ്പൂണ്, 1/4 ടീസ്പൂൺ കസൂരി മേത്തി. ഇത് ഓപ്ഷനിലാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. 1 മിനിറ്റ് ആയാൽ വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. വീണ്ടും പാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കുക. ഡ്രൈഡ് കാശ്മീരി ചില്ലി 20 എണ്ണം, 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ചനഡാൾ അതായത് പൊട്ടുകടല, 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. 3 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതും സെയിം പ്ലേറ്റിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. സെയിം പാനിലേക്ക് വീണ്ടും 1/2 ടീസ്പൂൺ കായം ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൈ നിറയെ വേപ്പിലയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് റോസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉലുവയും കൂടി നിങ്ങൾക്ക് ചേർക്കാം. ഞാനത് മറന്നുപോയി. 1 മിനിറ്റ് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും അതേ സെയിം പ്ലേറ്റിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. വീണ്ടും പാനിലേക്ക് 1/2 കപ്പ് കൊറിയാണ്ടർ സീഡ്സ് ആഡ് ചെയ്യുക. ഇതും ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് റോസ്റ്റ് ചെയ്യണം. 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതും പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. വീണ്ടും പാനിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഇത് 1 മിനിറ്റാണ് റോസ്റ്റ് ചെയ്യേണ്ടത് ലോ ഫ്ലെയിമിൽ തന്നെ. ഉലുവ നിങ്ങൾക്ക് വേപ്പരയുടെ കൂടെ ഇട്ട് റോസ്റ്റ് ചെയ്യാവുന്നുള്ളൂ. ഞാനത് മറന്നു പോയതുകൊണ്ടാണ് സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്യുന്നത്. 1 മിനിറ്റ് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലെയിം നിങ്ങൾക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ റോസ്റ്റ് ചെയ്തെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് ഒരു ബ്ലെൻഡറിലേക്ക് ചേർക്കാം. ഇനി ഇത് വളരെ സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് സാമ്പാർ പൗഡർ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കടകളിൽ പോയിട്ട് സാമ്പാർ പൗഡർ മേടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ റെസിപ്പി ഉപയോഗിച്ചിട്ട് സാമ്പാർ പൗഡർ തയ്യാറാക്കുക. എന്നിട്ട് സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ആവശ്യത്തിന് ഇത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വേറൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.